ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇംഗ്ലീഷ് സൈന്യത്തെ ഫ്രാൻസിൽ നിന്നും തുരത്തുവാൻ മുന്നിൽ പ്രവർത്തിച്ച 17കാരിയാണ് ജോൺ ഓഫ് ആർക്ക്. എന്നാൽ ഇംഗ്ലീഷ് പട ഈ ധൈര്യശാലിയായ പെൺപടയാളിയെ അധികം താമസിയാതെ പിടിച്ചു. അവളെ ജയിലിലടച്ച് വിസ്താരം തുടങ്ങി. അവൾ പോയ യുദ്ധക്കളത്തിലും ഒടുവിൽ കോടതിയിലും ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇംഗ്ലണ്ടിലെ കോടതി യുദ്ധക്കുറ്റം മാത്രമല്ല, ദൈവദൂഷണം പറയുന്നു എന്ന കുറ്റവും ചുമത്തി. ദൈവദൂഷണം പറയുന്നവർക്ക് കോടതി ക്രൂരമായ ശിക്ഷയായിരുന്നു ചുമത്തിയിരുന്നത്. കോടതി അവളോട് ഒരു ചോദ്യം ചോദിച്ചു. നീ ദൈവത്തിൻ്റെ കൃപയിലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുണ്ടോ? ആ ചോദ്യം അവളെ കുടുക്കുവാനാണ് ചോദിച്ചത്. കാരണം സഭ അന്ന് വിശ്വസിച്ചിരുന്നത് ദൈവകൃപയിലാണ് ഒരാൾ ആയിരിക്കുന്നതെന്ന് ആർക്കും ഉറപ്പിച്ചു പറയുവാൻ സാധ്യമല്ല എന്നതായിരുന്നു. ദൈവത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ. ആ ചോദ്യത്തിന് മുൻപിൽ അവൾ നിശബ്ദയായി. ദൈവകൃപയിലാണെന്ന് പറഞ്ഞാൽ കോടതി മുമ്പാകെ കുറ്റക്കാരിയാകും. ദൈവകൃപയിൽ അല്ല എന്ന് പറഞ്ഞാൽ താൻ കുറ്റക്കാരിയാണെന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഏതുത്തരം പറഞ്ഞാലും അവൾ ശിക്ഷിക്കപ്പെടും. അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവകൃപയിൽ അല്ലെങ്കിൽ ദൈവം എന്നെ ആ കൃപയിലാക്കട്ടെ. ഞാൻ ദൈവകൃപയിലാണെങ്കിൽ ദൈവം എന്നെ അതിൽ നിലനിർത്തട്ടെ. കോടതിയിൽ ആഴമായ ശാന്തതയുണ്ടായി. ആഴമായ ഒരു ദൈവശാസ്ത്രമാണ് അവൾ പറഞ്ഞത്. നാം മനസ്സിലാക്കേണ്ട ഒന്നാണത്. ഞാൻ ജീവിക്കുന്നത് ദൈവകൃപയിലാകുന്നു എന്ന ബോധ്യം ഉണ്ടാകണം. ദൈവകൃപയിൽ നമ്മെ ആക്കുന്നതും അവിടെ നിന്നും വീഴാതെ നമ്മെ പരിപാലിക്കുന്നതും ദൈവകൃപയാണ്. എന്നാൽ പലരും ദൈവകൃപയിലും ദൈവത്തോടുള്ള നന്ദിയിലും ആരാധനയിലുമൊക്കെ ജീവിതം ആരംഭിക്കുന്നു. അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വയത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങുന്നു. ദൈവകൃപ മറവായി പിടിച്ച് സ്വയത്തിൽ ആശ്രയിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവകൃപ വേണം. ആ കൃപ നമ്മെ നിലനിർത്തുന്നു, പരിപോഷിപ്പിക്കുന്നു, വിജയത്തിലേക്ക് നയിക്കുന്നു. എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.